അസ്സലാമു അലൈക്കും. എന്താ ചങ്ങായിമാരെ, നിങ്ങൾക്ക് സലാം അടക്കാന്നറിയേ? ഇതൊക്കെ വലിയ മോശാട്ടോ. പിന്നെ ഞാൻ നിങ്ങോട്ട് വരുമ്പോൾ മറ്റേ ദേവതാ ബ്രിഡ്ജിൻ്റെ അടിയിൽ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും സൊറടിച്ചിരിക്കണ്. എന്താ ബ്രോ ചങ്കെ ടോട്ടല് മൊത്തം ഹിറ്റാണ് കേട്ടോ. തുടക്കത്തിലെത്തി മാറ്റിയല്ലോ. കാരണം എന്താ കുല്ലി മക്കാലി മജാലി എന്നല്ലേ? അങ്ങനെയാണല്ലേ ഇവിടെ ഇന്നത്തെ കഥ. ഒരു ലവ് സ്റ്റോറി തന്നെ ആയിക്കോട്ടെ, എന്തേ പറ്റൂലേ? പണ്ട് അതിലും പണ്ട് ഫാദിലുള്ള സാബിണി മൂപ്പർക്കാണല്ലോ ഭയങ്കര ഗ്ലാമറും. ഇപ്പത്തെ സിനിമാക്കാരെ പോലെ ആനച്ചൊർക്കെന്നല്ല, മുത്തുനബിയെ സൗന്ദര്യത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാ. മൂപ്പർക്കൊരു വഴിയുണ്ട്. ആ വഴി കണ്ട് നടന്ന വഴി മൊത്തം പെണ്ണുങ്ങളോട് അറിയും. കാരണം എന്താ? ഒളിഞ്ഞോക്കാന്. പക്ഷെ മൂപ്പർക്കാണ് ദുനിയാവിനോട് ഒട്ടും കമ്പല്ലേന്. അങ്ങനെ ഇരിക്കെ മദീനത്തെ സമ്പന്ന കുടുംബത്തിലൊരു മോളുണ്ടേന്. ഓളെ പേരിപ്പം എന്തേന്? ലൈല. ഓൾക്കാണല്ലോ ഭയങ്കര ഗ്ലാമറും. അതുകൊണ്ട് തന്നെ 100 കണക്കിന് ആൾക്കാരാ ലോഡ് മെഹറമായി ഒന്നും ഓളെ കെട്ടാൻ വരും. ഓൾക്ക് ഓലൊന്നും പറ്റിയില്ല. കാരണം എന്താ? ഓളെ മാനസ കൊട്ടാരത്തിൽ ഒരു മൊഞ്ചണ്ടായിന്. ആരാന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ ഫതിലു തന്നെ. ഇത് കേട്ടിട്ട് ഞാൻ കുറേ ചിരിച്ച്. നിങ്ങൾക്ക് ചെറിയ തരുന്നുണ്ടാ? അതിനിപ്പോൾ വല്ലതും മനസ്സിലായിട്ടുണ്ടല്ലേ? നിങ്ങൾ ഇന്ന ചെറിയാണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ഓള് ഫതിലുവിനെ കുറേ വശീകരിച്ച് മുതലുണ്ടായിട്ടെന്താ കുടുങ്ങണ്ടേ ഈം ബാസീന്. അപ്പോഴാ ഒരു അജിലിസ്റ്റ് ആമിർ സൽമാനു ഇത് നമ്മുടെ ഫതിലുവിൻ്റെ പേരും ഇതാ ബലാലിൻ്റെ പണിയേനെ ഓളൊപ്പിച്ചൊരു ചീറ്റിങ്. ഏതായാലും സഫർ തുടങ്ങി. ആദ്യ സ്ഥലത്ത് തമ്പടിച്ചു. ഫതിലുവിൻ്റെ തമ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഓടി നമ്മ്. അന്ന് രാത്രി ഫതിലുവിൻ്റെ തമ്പക്ക് ഓളാണ് വന്നിട്ട്, ആരാ? ഞാനാ. ആരാ? ഞാനാ. നിങ്ങളെ സ്വന്തം ലൈല. ഇച്ചങ്ങളെ പെരുത്ത് ഇഷ്ടാ. ഇച്ചൊന്ന് പോയിക്കാം. ഫാദിലുള്ള ഇത് പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു പണിയാരുണ്ട് പറഞ്ഞു. ഓളാണ്ട് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ സുൽത്താൻ്റെ ഭാര്യൻ്റെ മാല കാണാനില്ല. എല്ലായിടത്തും തപ്പി, എവിടെയൊന്നും കണ്ടിട്ടില്ല. അവസാനം നമ്മുടെ ഫാദിലുവിൻ്റെ തമ്പും കൂടിയാണ് ബാക്കിയുള്ളത്. ഫാദിലുവിൻ്റെ തമ്പ് തപ്പിയിട്ടാണല്ലോ കാര്യമില്ല. എന്നാലും തപ്പിയതാ. സുബ്ഹാനല്ലാ, ഇതാ മാല ഫാദിലുവിൻ്റെ പെട്ടിയില്. ഇതാ കള്ള സൂബിയാന്ന് വിളിച്ച് ഞാൻ ആകെ കളിയാക്കി. അന്നത്തെ ഭരണാധികാരി ആരാന്നറിയങ്ങൾക്ക്? ഉമർ അള്ളാനു. പക്ഷേ ഈ കാര്യം തീരുമാനിക്കാൻ വെച്ചത് അലി അള്ളാനുവിൻ്റെ കോട്ടുകായിരുന്നു. അലി അള്ളാനുവിൻ്റെ ആദ്യ ചോദ്യം, ഫതിലോ പറഞ്ഞൊക്കെ ശരിയാണോ? അതെ ഫതിലോ പറഞ്ഞൊക്കെ ശരിയാണോ? ഇച്ചൊന്നും അറിയില്ല. പിന്നെ എങ്ങനെ ലൈലാൻ്റെ തമ്പക്കെത്തി? അള്ളാഹു റസൂലാലം. ഇതിപ്പോൾ രണ്ട് കോലല്ലോ തന്നെ. അലി അള്ളാനു ലൈലാൻ്റെ അടിമനാണ്ട് വിളിച്ചെടുത്തി. ഓളാണെങ്കിലോ ഇങ്ങനെ വിറച്ചിങ്ങനെ നിൽക്കുക. ഓളോട് അടി സത്യം അടി എന്താടി ഉണ്ടായത്? ഓളാണെങ്കിലോ വിറച്ചിങ്ങനെ പറയാൻ തുടങ്ങി. യജമാനത്തി പറഞ്ഞെല്ലാം കളവാണ്. ആദ്യത്തെ ദിവസം യജമാനത്തി ഫതിലുവിൻ്റെ തമ്പ് പോയി. രണ്ടാമത്തെ ദിവസം യജമാനത്തി എൻ്റെ കയ്യിൽ ഒരു പൊടി വന്നു. ഞാനത് ഫതിലുവിൻ്റെ മുഖത്തിട്ടു. ചിത്ര അറിയോ ഇന്നൊന്നും ചെയ്യല്ലേ. സംഗതി ആ കുട്ടിച്ചോറായി. ഇതാണ്ട് അറിഞ്ഞപ്പേ ജനങ്ങൾ മൊത്തം ഫതിലിനെ പന്ത്. ഇതാ പറഞ്ഞ ചങ്ങായിമാരെ, സത്യം കൈവിടരുത്. സത്യമായി വിജയിക്കും. കുറേ പഠിച്ചാണ്ട് അതിനൊന്നും ഇപ്പം നേരെ ചെയ്യാം. വിധി ഉണ്ടാ പിന്നെയും കാണാം. അസ്സലാമു അലൈക്കും.